RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസ് പ്രതികളായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ജാമ്യം നൽകിയതിനെതിരെ സുപ്രീം കോടതി. ഹൈക്കോടതി ഉത്തരവ് മതിയായ കാരണങ്ങളില്ലാതെയാണെന്ന് സുപ്രീം കോടതി വിമർശിച്ചു. NIA-യുടെയും പ്രതികളുടെയും അപ്പീലിൽ ഒന്നിച്ച് വാദം കേൾക്കാനാണ് തീരുമാനം. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, കേരളത്തിൽ വലിയ രൂപത്തിൽ ചർച്ച ചെയ്ത കേസാണ്. ഇപ്പോൾ ജാമ്യം നൽകിയതിനെ ഹൈക്കോടതിക്കെതിരെ സുപ്രീം കോടതിയിൽ വിമർശനമുണ്ടായിരിക്കുകയാണ്. എന്താണ് ആ വിമർശനം? ഈ NIA നൽകിയ അപ്പീലുകൾ 17 പ്രതികൾക്കാണ് നേരത്തെ ഹൈക്കോടതി ശ്രീനിവാസൻ വധക്കേസിൽ ജാമ്യം നൽകിയിരുന്നത്. ഈ 17 പ്രതികൾക്കും ജാമ്യം നൽകിയത് ഒറ്റ ഉത്തരവിലൂടെയായിരുന്നു. ആ ഒറ്റ ഉത്തരവിലൂടെ ജാമ്യം നൽകിയ ഹൈക്കോടതി നടപടിയാണ് കഴിഞ്ഞ തവണ സുപ്രീം കോടതി വിമർശിച്ചത്. ഇത്തവണ സുപ്രീം കോടതിയുടെ വിമർശനം എന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ്, ഈ 17 പ്രതികൾക്ക് ജാമ്യം നൽകിയ ഉത്തരവ് മതിയായ കാരണങ്ങൾ ഇല്ലാതെയാണ് എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. ജസ്റ്റിസുമാരായ അഭയ് എസ് ഓഖ, ഒപ്പം അഗസ്റ്റിൻ ജോർജ് മാസി എന്നിവർ ഉൾപ്പെട്ട 2 അംഗ ബെഞ്ചിൻ്റെതാണ് ഈ വിമർശനവും. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ രജിസ്ട്രിയുടെ നടപടിയെയും സുപ്രീം കോടതി വിമർശിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ 17 പ്രതികളുടെ അപ്പീലാണ്, 17 പ്രതികൾക്ക് ജാമ്യം നൽകിയതിനെതിരെയാണ് അപ്പീൽ നൽകിയിരുന്നത്. ഇതിൽ നേരത്തെ ഏതാണ്ട് 11 പ്രതികളുടെ മാത്രം 11 പ്രതികൾക്കെതിരായ ജാമ്യം റദ്ദാക്കണമെന്ന അപ്പീൽ മാത്രമാണ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഈ അപ്പീലുകൾ ഒരുമിച്ച് നൽകിയതാണ്, ഫയൽ ചെയ്തതാണ്. പക്ഷേ അത് ഒരുമിച്ച് പരിഗണനയ്ക്ക് വരാത്തതിലും ലിസ്റ്റ് ചെയ്യാത്തതിലുമായിരുന്നു കഴിഞ്ഞ തവണ സുപ്രീം കോടതിയുടെ രജിസ്ട്രിയോട് വിശദീകരണം തേടിയത്. സുപ്രീം കോടതിയുടെ രജിസ്റ്റർ ചെയ്ത ഈ നടപടി ശരിയല്ല എന്ന വിമർശനവും കൂടി സുപ്രീം കോടതി ഇത്തവണ ഉയർത്തുകയും ചെയ്തു. ഈ കേസിൽ നേരത്തെ 9 പ്രതികളുടെ ജാമ്യം നിഷേധിച്ചിരുന്നു, ഹൈക്കോടതി നിഷേധിച്ചിരുന്നു. ആ ജാമ്യം നിഷേധിച്ച ഉത്തരവിനെതിരെ 9 പ്രതികൾ ജാമ്യം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ 17ഉം 9ഉം ഇത്രയും പ്രതികളുടെ ഒരുമിച്ചുള്ള NIA-യുടെ അപ്പീൽ, അതായത് ഇവർക്ക് ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള NIA-യുടെ അപ്പീലും ജാമ്യം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് 9 പ്രതികൾ നൽകിയ അപ്പീലിലും സുപ്രീം കോടതി ഒരുമിച്ച് വാദം കേൾക്കാനാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.